എനിക്ക് പകരമായി എന്റെ കർത്താവ് ക്രൂശിൽ മരിച്ചെങ്കിൽ വാ കൊണ്ട് പറയണം, ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ? പാപത്തിന്റെ ശമ്പളം മരണം, എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Thank you, Jesus. പക്ഷേ പ്രായശ്ചിത്ത മരണം, പകരമരണം എബ്രായർ 2:17. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്താൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത പുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും അവൻ തന്റെ സഹോദരന്മാരുടെ സദൃശ്യനായി തീരുവാൻ ആവശ്യമായി തീർന്നു. ചേർന്നൊരാമീൻ പറഞ്ഞേ. പ്രായശ്ചിത്ത മരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വഹിച്ചത്. ബൈബിൾ പറയുന്നവൻ വിശ്വസ്ത പുരോഹിതൻ. പറഞ്ഞേ, വിശ്വസ്ത പുരോഹിതൻ. കാരണം പഴയ നിയമം വായിക്കുമ്പോൾ ഈ ആടിനെയും ഒക്കെ യാഗം കഴിക്കേണ്ടത് പുരോഹിതനാണ്. എന്നാൽ ക്രിസ്തു തന്നെ വിശ്വസ്ത പുരോഹിതനായി ഈ ഭൂമിയിലേക്ക് വന്ന ആ പുരോഹിതൻ തന്നെ നമുക്ക് വേണ്ടി യാഗമായി. എന്നിട്ട് ബൈബിൾ നമ്മളോട് പറയുന്നൊരു സത്യമുണ്ട്, ഒരിക്കലായി എന്നേക്കുമായി ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിതൻ. പറഞ്ഞേ, എന്നെ വിടുവിച്ചത് ഒരു മാസത്തേക്കല്ല, ഒരിക്കലായി എന്നേക്കുമായി. എന്നേക്കുമായി ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട, ശാപം മാറിയ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി. എന്നേക്കുമായി I receive it, the everlasting blessing. It's an everlasting blessing because I am serving the everlasting Father. ഇടയ്ക്കിടയ്ക്ക് സംശയിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കരുത്, എന്തെങ്കിലും ഇനി ശാപം വല്ലതും ഉണ്ടോ. കൈ കൊടുത്ത് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞു. ശരിയല്ലേ വാസ്തു മോനെ? ശരിയാണോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുമോ ആർക്കെങ്കിലും? കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നമ്മുടെ കുറവായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കുറവായിരിക്കും. എന്തോ എൻ്റെ വീട്ടിൽ ഇനിയും എന്തൊക്കെയോ ശാപങ്ങൾ ഇനിയും മാറാനുണ്ട്. ഉണ്ടോ? ഈ ആവശ്യമില്ലാത്ത ശാപമൊന്നും വരുത്തി വെക്കാതിരുന്നാ മതി. ഇപ്പം ഇപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴോ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരിക്കലായി എന്നേക്കുമായി. കൈ ഉയർത്തി പറഞ്ഞ് എന്നേക്കുമായി. ലൈവിലുള്ളവർ പറഞ്ഞ് എന്നേക്കുമായി യേശുവിന്റെ രക്തം എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ദൈവിക ശാപം 3 തലമുറ മേൽ വരുമ്പോൾ ഒരിക്കലായി എന്നേക്കുമായി വിടുവിക്കപ്പെട്ടവന്റെ അനുഗ്രഹം 1000 തലമുറയുടെ മേലിലേക്ക്. 1000 തലമുറ, 1000 ജനറേഷൻ. ഓക്കെ, എന്തിനായിരുന്നു ആ പ്രായശ്ചിത്ത മരണം? കൊലോസ്യർ 2:14. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഹാവിംഗ് ക്യാൻസൽഡ് ഔട്ട് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെബിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഡിഗ്രീസ് അഗൈൻസ്റ്റ് us. പിശാച് നിനക്കെതിരെ എഴുതി വെച്ച നീ തോറ്റുപോയി എന്നുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കീറിക്കളഞ്ഞു. അങ്ങനെ കീറിക്കളഞ്ഞാൽ പിന്നെ എടുത്തോണ്ട് വരാം. കീറിക്കളഞ്ഞൊന്നുമില്ല, അതിനകത്ത് എഴുതിയിരുന്ന എല്ലാം മായ്ച്ചു കളഞ്ഞു. ഈ കീറിക്കളഞ്ഞത് ഒട്ടിക്കാം, മറച്ചു വെച്ചത് പിന്നെ എടുത്തോണ്ട് വരാം. ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ, പറഞ്ഞേ, മറച്ചു വെച്ചത് പിന്നെ എടുത്തോണ്ട് വരാം. പക്ഷെ ഒരു സാധനം മായ്ച്ചു കളഞ്ഞാൽ
പിന്നെ അത് എടുത്തുകൊണ്ട് വരാൻ പറ്റുകയില്ല. ശാപം, രോഗം, ഒന്നുകൂടെ പറയാൻ പോവാ. ശാപം, രോഗം, കടം, ആത്മഹത്യ, തിന്മകൾ, വീഴ്ചകൾ, സകല പൈശാചിക ശക്തികൾ, നിനക്കെതിരെ എഴുതപ്പെട്ട സകല തിന്മകളും കർത്താവ് തന്റെ രക്തത്താലെ മായ്ച്ചു കളഞ്ഞു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഭവനങ്ങൾക്കകത്ത് ഇന്ന് പകൽ ഭയങ്കര വിടുതലുകൾ നടക്കുക. മായ്ച്ചു കളഞ്ഞു. വെള്ളി പൊന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല അവൻ എന്നെ വീണ്ടെടുത്തത്. ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. ഹല്ലേലൂയ. അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന എത്ര പേരുണ്ട് ഇവിടെ? Marvelous light. We are in the marvelous light. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു അത്ഭുത പ്രകാശ വലയത്തിലാണ്. പൈശാചിക ശക്തികൾക്ക് നോക്കാൻ കഴിയാത്ത നിലകളിലുള്ള the marvelous light. I am seeing in my spirit that marvelous light is shining in you. ആ അത്ഭുത പ്രകാശം നിന്നെ വലയം ചെയ്തിരിക്കുന്നു. സഭയെ, കുടുംബമേ, ആ അത്ഭുത പ്രകാശം നിന്റെ വീടിനെ വലയം ചെയ്തിരിക്കുന്നു. It's a marvelous light. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് 1 പത്രോസ് 1:19 പൊന്നു വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, എല്ലാ പാരമ്പര്യ രോഗങ്ങളും. 18ാമത്തെ വാക്യം നോക്കിയേ. വ്യർത്ഥവും പിതൃപാരമ്പര്യവും. ഇത് അപ്പനപ്പന്മാര് മുതലേ അവന്റെ വീട് അങ്ങനെ. അവന്റെ അമ്മയ്ക്കും പ്രശ്നമായിരുന്നു, ഇപ്പൊ അവനും പ്രശ്നം. ഇതിങ്ങനെ പാരമ്പര്യമായിട്ടേ അവരുടെ കുടുംബത്തിലുള്ള ഒരു രോഗമാണ്. അവരുടെ വീട്ടിലെല്ലാവർക്കും ക്യാൻസർ വരും, അവരുടെ വീട്ടിലെല്ലാവർക്കും മാനസിക പ്രശ്നം വരും. അതിങ്ങനെ പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബം ഇങ്ങനെ മുടിഞ്ഞു കിടക്കുക. പക്ഷെ ക്രിസ്തുവിലായ സഹോദര, ക്രിസ്തുവിലായ സഹോദരി, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദലേ, ആ കണ്ണിക്കകത്തുനിന്ന് ദൈവം നിന്നെ പൊട്ടിച്ചെടുത്തു. You are not there. You are not there. നീ ഇപ്പോൾ അവിടെ ഇല്ല. നീ ഇപ്പോൾ ആ ഹെറിറ്റേജിനകത്തില്ല. നീ ഇപ്പോൾ ആ പാരമ്പര്യത്തിലില്ല. Because you are born again. You are the child of God. You are born again. Hallelujah. Hallelujah. Amen. Now you are in the kingdom of God. The Spirit of the Lord is dwelling in you. The hope of glory is dwelling in you. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. ഞാനിപ്പോൾ ആ പഴയ പാരമ്പര്യത്തിനകത്ത് കിടക്കുന്ന ആ രോഗക്കാരനല്ല, രോഗക്കാരി അല്ല. എന്റെ യേശുവിന്റെ രക്തം എന്നെ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേളിൽ സൗഖ്യങ്ങൾ ഉണ്ടാകുക, ചില പാരമ്പര്യ രോഗങ്ങൾ അവരെ വിട്ടുപോകുകയാണ്. The Christ is in you and you are in Christ. ക്രിസ്തു നിങ്ങളിലുണ്ട്, നിങ്ങൾ അവനിലുണ്ട്.
നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലമുള്ളവരാകും. ക്രിസ്തു ഇപ്പോൾ നിങ്ങളിലുണ്ട്, നിങ്ങളിപ്പോൾ അവനിലുണ്ട്, അവനും നിങ്ങളും ഒന്നാണ്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ. എന്റെ അകത്ത് ആ വേർഡ് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. മാർവലസ് ലൈറ്റ്, മാർവലസ് ലൈറ്റ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ അത്ഭുത പ്രകാശത്തെ പൊട്ടിക്കാൻ, ഇതിനകത്ത് കയറി വന്ന് അടിക്കാൻ ഞാൻ ഈ ചർച്ചിനകത്ത് മുഴുവൻ ആ വെളിച്ചം കാണുകയാണ്. Because of Jesus' death, cancel the legal demands of the law against us. All the legal demands is cancelled. Amen. Jesus. രണ്ട് വര വരച്ച് ചെക്കിനകത്ത് ക്യാൻസൽഡ് എന്ന് എഴുതിയ നീ ഇനി അത് ഏത് ബാങ്കിൽ കൊടുത്താലും മാറുകയില്ല. That check is cancelled. ഇനി അതിനകത്തുനിന്ന് ഒരു നയാ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. പിശാചേ, യുവർ ചെക്ക് ഈസ് ക്യാൻസൽഡ്. Your all legal demands is cancelled through the blood of Jesus. എന്തോ വാദിക്കുന്നേ? എന്നാ വാദിക്കാനാ? ആരാ വാദിക്കുന്നേ? എനിക്കെതിരെ വാദിക്കുന്ന ശക്തി, എനിക്കെതിരെ വാദിച്ചു നിൽക്കുന്ന പിശാചേ, എന്ത് വാദം? Your all case is cancelled. കോർട്ടിലിരിക്കുന്ന ജഡ്ജിയായ പിതാവായ ദൈവത്തോടാണോ പിശാചേ നീ ഇവന്റെ കാര്യം പറഞ്ഞ് വാദിക്കാൻ നിൽക്കുന്നേ? ജഡ്ജിയാകുന്ന പിതാവായ ദൈവം പറയും, that file is closed. That file is closed. ന്യായപ്രമാണമെന്ന കടപ്പത്രത്തെ മാറ്റി എനിക്കെതിരെ ന്യായപ്രമാണമുണ്ടാക്കിയ നിയമപരമായ ആവശ്യങ്ങളെ റദ്ദ് ചെയ്ത് എന്നെ ലോയ്ക്കകത്തുനിന്ന് ലവിനകത്ത് കൊണ്ടുവന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോയിലല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ലവിലാണ്. നിന്റെ അയലോക്കക്കാരൻ ഇപ്പോഴും ലോയിലായിരിക്കും നിൽക്കുന്നേ. നിന്റെ അടുത്തിരിക്കുന്ന ആൾ ഇപ്പോഴും നിന്നെ ലോയിലായിരിക്കും നോക്കുന്നേ. പക്ഷെ നീ നിൽക്കുന്നത് ആ ലവിലാണ്. That love is great. The love never fails. The love never changes. In the name of Jesus. That love never fails. That love never changes. That is an unconditional love. Amen. That's an unconditional. എല്ലാ കുറ്റബോധത്തിന്റെ പിശാചം വിട്ടുപോട്ടെ. I'm in Christ. Christ is in me. Lord, I am in you. You are in me. Be one in Christ. I'm completed in Christ. I'm perfect in Christ. I'm a saint in Christ. Because the marvelous light is surrounding me. That marvelous light. Oh. പക്ഷേ 12:30 പോവാൻ നിന്നവനാ ഞാൻ. സത്യമായിട്ടും 5 മിനിറ്റ് കൂടെ പ്രസംഗിക്കണോ? വചനം കേൾക്കണോ? ചൂടെടുക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ അനുവദിക്കാമെങ്കിൽ ഒരു വെളിപ്പാട് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ പോവാ.